ട്രേഡിംഗ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ യാദൃശ്യമായിട്ട് കൃഷ്ണകുമാർ സാറിനെ പരിചയപ്പെടാനും സാറിൻ്റെ ഇനിഷ്യൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു ട്രേഡിംഗ് എത്രമാത്രം ഈസിയാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെക്കാളും കൂടുതൽ വെൽത്ത് ക്രിയേഷൻ ട്രേഡിങ്ങിൽ കൂടെ പോസിബിളാണ് എന്നുള്ളൊരു രീതിയിലോട്ട് എത്താൻ പറ്റുകയും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സുകളിൽ കൂടെയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. സാറിനെ പോലൊരു ടീച്ചറെ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പോൾ ദുബായിൽ ഞങ്ങളുടെ 4ാമത്തെ സെഷനാണ് ഇവിടെ. സാറ് ഒരു ഡെഡിക്കേഷനോടുകൂടി ഇവിടെ വരികയാണ്. അതായത് ഞങ്ങൾ ഒരു പ്രാവശ്യം പഠിപ്പിച്ചു, അതിൽ കൂടുതൽ സാർ ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ ഒരു സർവീസായിട്ട് വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ മുഴുവൻ എടുത്തത്. സാർ പറയുന്ന പോലെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പഠിച്ചാൽ, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഒരുപാട് അച്ചീവ് ചെയ്യാം. നമുക്ക് ഇൻപുട്ട് അനുസരിച്ച് നമ്മുടെ വെൽത്തും കൂടിക്കൊണ്ടിരിക്കും. എനിക്കിപ്പം ഒരു ട്രേഡിംഗ് ഗുരു എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ആകെ ഒരാൾ സാറിന് മാത്രമായിട്ട് കാണുന്നുള്ളൂ. വളരെ ട്രസ്റ്റ് വർത്തിയാണ് സാറ്. അതാണ് അതിനകത്തൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത്. പറയുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻ്റായിട്ടും അതുപോലെ തന്നെ ടീച്ചബിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഫണ്ടമെൻ്റൽസ് പഠിപ്പിക്കുക, ട്രേഡിങ്ങിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നമുക്ക് എങ്ങനെയും പറഞ്ഞു തരിക എന്നുള്ളതാണ് സാറിൻ്റെ ഒരു മെയിൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് തന്നെ അതാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, റിസൾട്ട് സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നാളെ ഇറങ്ങുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു 10 days ട്രേഡ്, അത് ഡെസ്റ്റിനി എന്ന കൺസെപ്റ്റിൽ ഞാൻ ഒരു ട്രേഡ് ഡെവലപ്പ് ചെയ്തു. ശരിക്കും ഏകദേശം 2.5 കൊല്ലം എടുത്തു. സംതിങ് അറൗണ്ട് 17,000 ചാർട്ട് വർക്ക് ചെയ്തിട്ടാണ് ആ ട്രേഡ് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്തത്. ആ ട്രേഡിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടീച്ചിങ്ങിൻ്റെ ആദ്യത്തെ തുടക്കം ഈ കഴിഞ്ഞ ജാനുവരി ഫസ്റ്റ് വീക്കിലായിരുന്നു കൊച്ചിയിൽ വെച്ച്. അപ്പം ആദ്യം തുടങ്ങിയപ്പം ഞാൻ കുറച്ച് എങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻസ് എങ്ങനെ അത് കൺസീവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞാൻ കുറച്ച് പെർപ്ലക്സ്ഡ് ആയിരുന്നു. കാര്യം പ്യുവർ പ്രൈസ് ആക്ഷൻ മാത്രമുള്ളതിൻ്റെ അകത്ത് അല്പം യാതൊരുവിധത്തിലുള്ള ഇൻഡിക്കേറ്റഡ് ട്രേഡ്സ് അല്ലെന്നുള്ള കാര്യം. അതും എൻട്രി എക്സിറ്റ് വിത്തിൻ 2 weeks ആണ്, വിത്തിൻ 5 days, വിത്തിൻ 8 days, വിത്തിൻ 10 days ആണ് പ്ലാൻ ചെയ്തത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതിൻ്റെ പുറത്ത് ഞാൻ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലുമായിട്ട് ധാരാളം ട്രാവൽ ചെയ്തു. കാര്യം നമ്മുടെ സ്റ്റുഡൻസ് അക്രോസ് വേൾഡ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി പഠിപ്പിക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ്. കാര്യം ഇത് ഓൺലൈനിൽ പഠിപ്പിക്കാൻ പറ്റില്ല, ഓഫ്ലൈനിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഇൻക്രെഡിബിളി റിസൾട്ട് വാസ് ഫാൻറ്റാസ്റ്റിക്. ഈ കഴിഞ്ഞ 4 മാസം 5 മാസം മാർക്കറ്റ് പ്രഷറായിരുന്ന സമയത്ത് ദി സ്റ്റുഡൻസ് ബ്യൂട്ടിഫുള്ളി പെർഫോം ചെയ്തു. ഞാൻ വിചാരിച്ചതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സാണ് സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്തത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അതായത് ഒരു കൊല്ലം കൊണ്ട് 100% കിട്ടുന്നതിലല്ല ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഒരാഴ്ച കൊണ്ട് 10 days കൊണ്ട് 8 to 10% കിട്ടുന്നതിലാണ് എൻ്റെ ഫോക്കസ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് എല്ലാ ദിവസവും ബുള്ളിഷാണ്. മാർക്കറ്റ് ബെയറിഷ് കൺസെപ്റ്റേ ഇല്ല. മാർക്കറ്റ് താഴെ പോയാൽ പോലും കയറുന്ന ധാരാളം സ്റ്റോക്കുകൾ മാർക്കറ്റിലുണ്ട്. ഇങ്ങനത്തെ സ്റ്റോക്കുകളെ കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആണോ നിങ്ങൾ? ആ എക്സ്പെർട്ടൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ആകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കഴിഞ്ഞ 4 മാസം 5 മാസം കൊണ്ട് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഈ ട്രെയിനിൻ്റെ ബേസിൽ, ദാറ്റ് മീൻസ് 5 days to 10 days ട്രേഡിൻ്റെ ബേസിൽ സ്റ്റുഡൻസ് ഉണ്ടാക്കിയ പ്രോഫിറ്റ്സ്, അൺബിലീവബിൾ ലെവൽ ഓഫ് പ്രോഫിറ്റ്സാണ് ഉണ്ടാക്കിയത്. നമുക്ക് നല്ല സ്റ്റുഡൻസിനെ കിട്ടിയ ഒരു ദൈവാനുഗ്രഹമാണ്. നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാവുന്നൊരു ദൈവാനുഗ്രഹമാണ്. ആ ഒരു വലിയ ഗ്രേസിലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. എനിവേ, നമുക്ക് നമ്മുടെ കൺസെപ്റ്റിലേക്ക് കിടക്കാം. എന്താണ് Q1 റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏതെല്ലാം തലത്തിലാണ് പ്രതീക്ഷിക്കുന്നത്? Q1 തീം എന്താണ്? തീം വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് എക്സ്പോർട്ട് ബേസ്ഡ് കമ്പനികൾ ഹോം ബിസിനസ് മാനേജ് ചെയ്തത്? രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഡൊമസ്റ്റിക് കമ്പനീസ് മാർജിൻ പ്രഷറിനെ ഓവർകം ചെയ്തത്? ഈ 2 തീമിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ഒന്ന് കമ്പനി സൈഡിൽ എന്താ കിടക്കുന്നത്? മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് എങ്ങനെ മീറ്റ് ചെയ്യാൻ സാധിച്ചു, എവിട്ട മാനേജ്മെൻറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ഈ 2 ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അതുപോലെ തന്നെ എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ്. അതേസമയം ഈ സംഗതി ഡൊമസ്റ്റിക് ലെവലിൽ നമ്മൾ പോകാൻ നേരത്ത് RBIയുടെ സപ്പോർട്ട് എന്തെല്ലാം വരുന്നുണ്ട്, എന്തെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, മൺസൂൺ എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നത്? സോഫാർ മൺസൂൺ വീക്ക് ആണെന്ന് പറയുന്നു. എല്ലിനോ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്? അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗ്ലോബൽ കമ്മോഡിറ്റി മാർക്കറ്റ്, അതായത് ക്രൂഡ് ഓയിൽ, ഗോൾഡ്, സിൽവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഇതിൻ്റെയൊക്കെ ബേസിലാണ് Q1 റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലാണ് Q1 റിസൾട്ടിൻ്റെ കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. താങ്കൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്കിൽ പെട്ടുപോയ വ്യക്തിയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്കിൽ താങ്കൾക്ക് ലാഭം കിട്ടുന്നില്ല എങ്കിൽ, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, റിസൾട്ടിനെ ഫോളോ ചെയ്യുക. റിസൾട്ടിലാണ് കംപ്ലീറ്റ് സ്റ്റോക്കിൻ്റെ
കംപ്ലീറ്റ് ആയിട്ടുള്ള സക്സസ് കിടക്കുന്നത്. റിസൾട്ട് ഇല്ലാത്ത ഒരു സ്റ്റോക്കിനും ട്രെൻഡ് ചെയ്ത് കയറി പോകാൻ സാധിക്കത്തില്ല. റിസൾട്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിന് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ തരാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് റിസൾട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? screener.in എന്ന് പറഞ്ഞ സൈറ്റുണ്ട്. ഈ സൈറ്റിൽ പോലെ താങ്കൾക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് റിസൾട്ട്സിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെ ചെയ്യാൻ താങ്കൾക്ക് സമയമില്ല എങ്കിൽ നമ്മുടെ ഇക്വിറ്റിഫിക്സിൽ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വീഡിയോസ് ഉണ്ട്. ശരിക്കും ഇത്തവണ വീഡിയോ ക്വാളിറ്റി ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കുവാണ്. നമ്പർ ഓഫ് സ്റ്റോക്സിൻ്റെ എണ്ണം സാധാരണ ഒരു സീസണിൽ വരുന്ന സംതിങ് അറൗണ്ട് 253 ആണ് എങ്കിൽ അത് കുറച്ചുകൂടെ കുറയ്ക്കുവാണ്. കാര്യം ഞാൻ കുറച്ചുകൂടെ സ്ട്രിഞ്ചൻ ക്വാളിറ്റിയിലേക്ക് മാറി ശരിക്കും. അപ്പം കുറേ സ്റ്റോക്കുകൾ അത് എക്സ്ട്രീംലി ഒരു ടോപ്പ് പെർഫോമൻസ് അല്ലാത്ത സ്റ്റോക്കുകളൊക്കെ മാറ്റിയിട്ട് നല്ല പെർഫോമൻസ് ഒരു ലെവലിന് മേളിൽ പെർഫോമൻസ് കൊടുക്കുന്ന സ്റ്റോക്കിനെ മാത്രം അത് ലെവലിലേക്ക് ഞാൻ മാറുവാണ് ഈ റിസൾട്ട് സീസൺ മുതൽ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇക്വിറ്റിഫിക്സിനോട് ചേർന്ന് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. താങ്കൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, എക്സ്ക്ലൂസീവായിട്ട് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അതായത് റിസൾട്ട് വരുന്ന അന്ന് തന്നെ കഴിവതും വീഡിയോസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റേറ്റീവ്ലി ബെസ്റ്റ് റിസൾട്ട് എന്ന സ്റ്റോക്കുകളുടെ വീഡിയോസാണ്. താങ്കൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റിഫിക്സിനോട് ചേർന്ന് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. അത് ജോയിൻ ചെയ്താൽ താങ്കൾ ജോയിൻ ചെയ്യാം. സോ ഈ വീഡിയോകളൊക്കെ താങ്കൾക്ക് ബെസ്റ്റായിട്ടുള്ള ബെറ്റർ അനാലിസിസ്, ഈ വീഡിയോ ഒരു പ്രിലിമിനറി അനാലിസിസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. താങ്കൾക്കൊരു സെക്കൻഡറി അനാലിസിസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ പുറത്ത്, ആ സ്റ്റോക്കിൻ്റെ പുറത്ത് താങ്കൾക്ക് ഒരു സെക്കൻഡറി അനാലിസിസ് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. സോ റിസൾട്ടിനെ പഠിക്കാതെ ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന കാര്യം വളരെ ക്ലിയർ ആണ്. ഏത് സ്റ്റോക്സ് ആണ് ട്രെൻഡ് ചെയ്യുന്നത്, ഏത് സെക്ടറാണ് ട്രെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഏതെല്ലാം ഇൻ്റർനാഷണൽ പിവറ്റ് പോയിൻറ്റ്സ് ആണ് റിസൾട്ടിനെ ബാധിക്കുന്നത്, കമ്പനികളെ ബാധിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് നമുക്ക് കയറി പോകണമെങ്കിൽ. അത് നമ്മൾ ധാരാളം ആൾക്കാർ ഉപദേശകരൊക്കെ കാണുമായിരിക്കും. പക്ഷേ റിസൾട്ട് നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. സാധാരണ ഒരു റിസൾട്ട് സീസണിന് മുമ്പ് ഉള്ള ഒരു 30 days ക്വാർട്ടർ കസ്പ് എന്ന് പറയും ശരിക്കും. റിസൾട്ട് സീസൺ തുടങ്ങുന്നതിനുള്ള 15 days, റിസൾട്ട് സീസൺ തുടങ്ങിയ അന്ന് പോലുള്ള 15 days. അപ്പോൾ ടോട്ടൽ 30 days ആണ് മാർക്കറ്റ് ഒരു ക്വാർട്ടർ കസ്പ് എന്ന് പറയുന്നത്. ഈ കസ്പിലാണ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഏറ്റവും ലീഡർഷിപ്പ് ചേഞ്ചസ് വരുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തെ ട്രേഡിംഗ് ഏറ്റവും ക്രിട്ടിക്കലാണെന്ന കാര്യം അറിയാമെങ്കിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. അറിയാമെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യൂ. കാര്യം നമ്മളെടുക്കുന്ന സ്റ്റോക്ക് ലീഡർഷിപ്പ് ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ, താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ ക്വാർട്ടർ കസ്പിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ കസ്പിൽ ട്രേഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ മാറി നിൽക്കുക, നല്ല റിസൾട്ടിനെ ഫോളോ ചെയ്യുക. നല്ല റിസൾട്ട് വന്ന കമ്പനികളുടെ ടെക്നിക്കൽ സൈഡും കൂടെ പഠിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം നോയ്സിലല്ല ട്രേഡ് ചെയ്യേണ്ടത്, സൈലൻസിലാണ് ട്രേഡ് ചെയ്യേണ്ടത്. എന്താണ് നോയ്സ്? ഒരു ബ്രേക്കൗട്ട് ട്രേഡൊക്കെ എടുക്കാൻ നേരത്തെ നോയ്സ് ആയിട്ട് മാറും. ബ്രേക്കൗട്ടിലല്ല ട്രേഡ് ചെയ്യേണ്ടത്, റിയൽ ആയിട്ടുള്ള കോൺട്രാക്ഷൻ കൺസെപ്റ്റ്സ് പഠിച്ചതിന് ശേഷം ആ കൺസെപ്റ്റ്സിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ മാത്രമാണ് ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ക്യാപിറ്റൽ എവിടെയെങ്കിലും തട്ടുകേട് കിട്ടുവാണെങ്കിൽ നമ്മളെ ടോട്ടലായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ കോൺട്രാക്ഷൻ സോൺസിൽ ലെസ് ദാൻ 2% താങ്കൾ ട്രേഡ് പഠിക്കുക എന്നുള്ളത് എക്സിസ്റ്റൻസിന് ഏറ്റവും എക്സിസ്റ്റൻസിൻ്റെ ഓക്സിജനായിട്ട് പറയാൻ സാധിക്കും. അതാണ് പഠിക്കേണ്ട സംഗതി. അവിടാണ് റിയൽ ട്രേഡ് കിടക്കുന്നത്, ബെസ്റ്റ് ട്രേഡ് കിടക്കുന്നത്. ബ്രേക്കൗട്ട് ട്രേഡിലല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഒരു റിസൾട്ടിലോ ഒരു മൊമെൻറ്റിലോ നമ്മൾ കൺവിൻസ്ഡ് അല്ല എങ്കിൽ മാറി നിൽക്കുക. നമ്മൾ ഒരിക്കലും ചേസ് ചെയ്യാൻ പാടില്ല. സ്റ്റോക്കിനെ ചേസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാശ് പോകുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ്സിനും ടാർഗറ്റ്സിനും ഒക്കെ നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു കൃത്യത വേണം ശരിക്കും. ചുമ്മാ ബ്ലൈൻഡായിട്ട് പോകാൻ പാടില്ല. സ്റ്റോക്ക് കയറി പോകുമ്പോൾ തന്നെ ബുക്ക് ചെയ്ത് ഇറങ്ങാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്തിൽ വേണം സ്റ്റോക്കിന് എക്സിറ്റ് ചെയ്യാനായിട്ട്, വീക്ക്നെസ്സിലല്ല എക്സിറ്റ് ചെയ്യേണ്ടത്. സോ ഈ കാര്യങ്ങളൊക്കെ ഈ Q1 റിസൾട്ടിൽ, അതായത് പുതിയ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യത്തെ റിസൾട്ടാണ്. ഈ റിസൾട്ടിൽ താങ്കൾക്ക് ധാരാളം ഇൻപുട്സ് തരട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സോ നമുക്ക് റിസൾട്ട് വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.